ഫരീദാബാദ് രൂപത ഒരു ചരിത്ര നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് അഭിമന്യ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവാണ്. പിതാവെ, സ്വാഗതം. പ്രത്യേകിച്ച് 2012 അങ്ങ് രൂപതയുടെ ആദ്യത്തെ ഇടയനായി സ്ഥാനം ഏറ്റെടുക്കുന്നു. ഒരു ന്യൂ ബോൺ ബേബിയാണ് അങ്ങയുടെ കരങ്ങളിലേക്ക് ലഭിച്ചത്. 13 വർഷത്തിനിപ്പുറം രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നു. രൂപതയുടെ ഈ ഒരു വളർച്ച അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു പിതാവെ? ഫരീദാബാദ് രൂപത ഡൽഹിയിൽ സ്ഥാപിച്ചിട്ട് 13 വർഷങ്ങൾക്കുള്ളിൽ അതിരൂപതയായിട്ട് ഉയർത്തപ്പെട്ട അനുഗ്രഹീത നിമിഷങ്ങളാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തലസ്ഥാന നഗരിയിൽ സീറോ മലബാർ സഭയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാക്കാൻ സാധിച്ചത് മിഷൻ പ്രവർത്തന രംഗങ്ങളിലാണ്. പഞ്ചാബിൽ പ്രത്യേകിച്ചും നമുക്ക് 6 സംസ്ഥാനങ്ങളുണ്ട്. ഈ 6 സംസ്ഥാനങ്ങളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ രൂപതയിൽ പഞ്ചാബിൽ വളരെ വ്യാപകമായ രീതിയിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് സ്ഥാപിച്ചു. അവിടെ ഇപ്പോൾ 40 ചെറുതെങ്കിലും സ്റ്റേഷനുകൾ നമുക്ക് ഉണ്ട്. ഇവിടെയെല്ലാം ബഹുമാനപ്പെട്ട ജോസ് പുത്തൻവീട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ശൈലി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു. 7 വർഷക്കാലം ആഫ്രിക്കയിൽ പ്രേക്ഷിത പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച പരിചയം കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ ശൈലി പ്രേക്ഷിത പ്രവർത്തന രംഗത്ത് രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ നമ്മൾ സീറോ മലബാർ രൂപത സ്ഥാപിതമായപ്പോഴും ഇവിടെയുള്ള ലത്തീൻ മലങ്കര സഭകളുമായിട്ട് ഉള്ള നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ട് ഈ ലത്തീൻ മലങ്കര രൂപതകളിലെ സീറോ മലബാർ സഭയുമായിട്ടുള്ള ബന്ധത്തെ ക്രമപ്പെടുത്തുന്ന ഒരു ജോയിൻറ്റ് പാസ്റ്ററൽ ലെറ്റർ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കുടുംബ പ്രേക്ഷിത രംഗത്തും നമ്മുടെ യുവജന പ്രേക്ഷിത രംഗത്തുമൊക്കെ നമ്മുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതിരൂപത എന്ന തലത്തിൽ പ്രത്യേകിച്ചും ബിജ്നോർ, ഗോരഖ്പൂർ രൂപതകളുടെ സാമന്ത ആയിട്ടുള്ള അവരുടെ കൂടി സഹകരണത്തോടു കൂടി വടക്കേ ഇന്ത്യയിലെ സീറോ മലബാർ സാന്നിധ്യം കുറച്ചും കൂടി ശക്തമാക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നു പിതാവ്. അതിരൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെടുന്നു. രൂപതയെക്കുറിച്ചുള്ള ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് പിതാവ്? പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സേവന രംഗത്ത് നമുക്ക് വർഷങ്ങളായിട്ട് 30 വർഷത്തോളമായിട്ടുള്ള ഒരു സെൻറ്റ് ജോസഫ് സർവീസ് സൊസൈറ്റി ഉണ്ട്. സാഞ്ചോപുരം ചിൽഡ്രൻസ് വില്ലേജ് ഉണ്ട്. ഈ സാമൂഹിക സേവന രംഗത്ത് തനതായിട്ടുള്ള ഒരു ശൈലിയിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു പ്ലാനും പദ്ധതിയുമാണ് നമ്മളിടുന്നത്. നമുക്ക് അംഗസംഖ്യ കൊണ്ട് ചെറുതാണെങ്കിലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു ശുശ്രൂഷ പദ്ധതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. മാത്രമല്ല പിതാവെ, എനിക്ക് തോന്നുന്നു 1980-കളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു മിഷനായിരുന്നു ഡൽഹി മിഷൻ. അപ്പോൾ രൂപതയുടെ ഒരു വളർച്ചയിൽ, രൂപതയുടെ ഒരു ഫോർമേഷനിൽ എറണാകുളം അങ്കമാലി അതിരൂപത വഹിച്ച പങ്ക് അതൊന്നും പങ്കുവയ്ക്കാം. ഈ ഡൽഹി സീറോ മലബാർ മിഷൻ എന്ന രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരാണ് ഇവിടുത്തെ സീറോ മലബാർ അജപാലന ശുശ്രൂഷയ്ക്ക് ആരംഭമിട്ടത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വടക്കുംപാടൻ അച്ഛൻ്റെയും ജോസ് എടശ്ശേരി അച്ഛൻ്റെയും നേതൃത്വത്തിൽ വളരെയേറെ വൈദികരാണ് ഇവിടുത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ടത്. അവർ നനച്ച വിത്ത് വളർന്ന് വലുതാക്കി എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അത് ഇന്ന് വളർന്ന് രൂപതയായി ഇപ്പോൾ അതിരൂപതയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണിത്. അവരുടെ പ്രതിനിധികളായിട്ട് നാളത്തെ ശുശ്രൂഷയിൽ അച്ഛന്മാരും അവിടുത്തെ വികാരിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. ഫരീദാബാദ് രൂപതയുടെ പ്രവർത്തനങ്ങളൊക്കെ വളർച്ചയ്ക്ക് സഭ നൽകിയ ഒരു അംഗീകാരം കൂടിയല്ലേ പിതാവെ അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്ന ഈ ഒരു നിമിഷം? തീർച്ചയായിട്ടും സീറോ മലബാർ സിനഡും സാർവത്രിക സഭയും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലുള്ള സീറോ മലബാർ രൂപതയ്ക്ക് നൽകിയ വലിയ ഒരു അംഗീകാരവും അഭിമാനവുമാണ് ഈ പദവി. നാളെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് വളരെയേറെ ബിഷപ്സും ലാറ്റിൻ സഭകളിൽ നിന്നുള്ള മെത്രാന്മാരും അതുപോലെ ഡൽഹി ആയതുകൊണ്ട് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പല മന്ത്രിമാരും പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു സ്ഥാനാരോഹണ ചടങ്ങുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.